ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഐ എം അബ്ദുൾ റസാഖ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുന്നേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. നാം സാധാരണ പറയാറില്ലേ, ഒന്ന് ഇവിടെ വരുമോ, പ്ലീസ് കം ഹിയർ. ഇവിടെ വരരുത് എന്ന് പറയാൻ ഡോൺ കം ഹിയർ. നിങ്ങൾ ഇവിടെ വരരുത് എന്ന് പറയാൻ യു ഷുഡിൻ കം ഹിയർ. നിങ്ങളിവിടെ വരണം എന്ന് പറയാൻ യു ഷുഡ് കം ഹിയർ. അത് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി നോക്കിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നിങ്ങളിവിടെ വരണം, വന്നേ തീരും എന്നുള്ളതിനെങ്ങനെ പറയുക? യു മസ്റ്റ് കം ഹിയർ. എന്നാൽ നിങ്ങളിവിടെ വരരുത്, തീർച്ചപ്പെടുത്തിയുള്ള കാര്യമാണ്. എങ്ങനെ പറയുക? യു മസ്റ്റ് നോട്ട് കം ഹിയർ. അപ്പോൾ അത് ചുരുക്കിയിട്ട് എങ്ങനെ പറയുക? യു മസ്റ്റ് നോട്ട് എന്നുള്ളത് ചുരുക്കി പറയുമ്പോൾ ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, മസ്റ്റിൻഡ്, യു മസ്റ്റിൻഡ് കം ഹിയർ. അങ്ങനെ പറയരുത് പറയുന്നവർ. യു മസിൻഡ്, മസ്റ്റിൻഡ് അല്ല മസിൻഡ്, ഒരു ജാന്ന് കേൾക്കണം. മസിൻഡ്, യു മസിൻഡ് കം ഹിയർ. ഇത് മനസ്സിലായല്ലോ. നിങ്ങളിവിടെ വരണം എന്നുള്ളതിന് തീർച്ചയായിട്ടും വരണം. യു മസ്റ്റ് കം ഹിയർ. നിങ്ങളിവിടെ തീർച്ചയായിട്ടും വരരുത്. യു മസ്റ്റ് നോട്ട് കം ഹിയർ, അല്ലെങ്കിൽ യു മസിൻഡ് കം ഹിയർ. നിങ്ങളിവിടെ വരേണ്ടതുണ്ട്. ഒരു ബാധ്യത പറയാനാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളിവിടെ വരേണ്ടതുണ്ട്. എങ്ങനെ പറയാം? യു ഹാവ് ടു കം ഹിയർ. നമ്മളവിടെ പോകേണ്ടതുണ്ട്. വി ഹാവ് ടു ഗോ ദർ. അവൾ ഇവിടെ വരേണ്ടതുണ്ട്. ഷീ ഹാസ് ടു കം ഹിയർ. അവൻ ഇത് വായിക്കേണ്ടതുണ്ട്. ഹി ഹാസ് ടു റീഡ് ഇറ്റ്. എന്നാൽ നിങ്ങൾ ഇവിടെ വരേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു കം ഹിയർ. അവിടെ ഡോണ്ട് വെക്കണം കേട്ടോ. നെഗറ്റീവ് പറയുമ്പോൾ ഈ ഒരു സംഭവം അവിടെ വെക്കണം. യു ഡോണ്ട് ഹാവ് ടു കം ഹിയർ. നമ്മൾ അവിടെ പോകേണ്ടതില്ല. വി ഡോണ്ട് ഹാവ് ടു ഗോ ദർ. നമ്മൾ അവരെ ക്ഷണിക്കേണ്ടതില്ല. വി ഡോണ്ട് ഹാവ് ടു ഇൻവൈറ്റ് ദം. എന്നാൽ ഹി, ഷീ, ഇറ്റ്, അവൾ, അവൻ എന്നൊക്കെയുള്ള സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഡോണ്ട് അല്ല വെക്കുക, ഡസിൻറ്റ് എന്നാണ് വെക്കുക. എന്നാൽ ഐ, യു, ദേവി എന്നൊക്കെയുള്ള അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡോണ്ട് വെക്കും. അതല്ല സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡസൻറ്റ് വെക്കും. അവൾ ഇവിടെ വരേണ്ടതില്ല. ഷീ ഡസൻറ്റ് ഹാവ് ടു കം ഹിയർ. അവൾ അവനെ വിളിക്കേണ്ടതില്ല. ആരാണ് അവൾ? ഷീ ഡസൻറ്റ് ഹാവ് ടു ഇൻവൈറ്റ് ഹിം. വിളിക്കേണ്ടതില്ല, ക്ഷണിക്കേണ്ടതില്ല, ഇൻവൈറ്റ് ഹിം. വിളിക്കേണ്ടതില്ലെങ്കിൽ എങ്ങനെ പറയാം? ഷീ ഡസൻറ്റ് ഹാവ് ടു കോൾ ഹിം. വളരെ ഈസി അല്ലേ? ഈ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിവിടെ വരണം, യു ഷുഡ് കം ഹിയർ. നിങ്ങളിവിടെ വരണ്ട, യു ഷുഡിൻ കം ഹിയർ. മനസ്സിലായല്ലോ? നിങ്ങളിവിടെ തീർച്ചയായിട്ടും വരണം, യു മസ്റ്റ് കം ഹിയർ. നിങ്ങളിവിടെ വരേണ്ടതില്ല, യു മസ്റ്റിൻറ്റ് കം ഹിയർ. നമ്മളവിടെ പോകേണ്ടതുണ്ട്, വി ഹാവ് ടു ഗോ ദർ. അവർ ഇവിടെ വരേണ്ടതുണ്ട്, ദേ ഹാവ് ടു കം ഹിയർ. നമ്മളവിടെ പോകേണ്ടതില്ല, വി ഡോണ്ട് ഹാവ് ടു ഗോ ദർ. അവർ ഇവിടെ വരേണ്ടതില്ല, ദേ ഡോണ്ട് ഹാവ് ടു കം ഹിയർ. അവൾ, അവൻ എന്നൊക്കെ നോക്കുമ്പോൾ ഡസൻറ്റ്. അവൾ ഇവിടെ വരേണ്ടതില്ല, ഷീ ഡസൻറ്റ് ഹാവ് ടു കം ഹിയർ. ഡസ് നോട്ട് ആണ്, ഡസൻറ്റ്. അവൻ അവിടെ പോകേണ്ടതില്ല, ഹി ഡസൻറ്റ് ഹാവ് ടു ഗോ ദർ. ഞാൻ പോവുക, വരിക, വായിക്കുക എന്നുള്ള ചെറിയ വേർബ് വെച്ച് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിയായി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ വളരെ ഭംഗിയായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ. ഐ എം അബ്ദുൾ റസാഖ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനർ. Thank you. Let's meet on next video. Thank you.